പലയിടത്തും ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തിയെങ്കിലും കേരളത്തിലെ ദേശീയപാത വികസനം താളം തെറ്റില്ല. 2026 പുതുവത്സര സമ്മാനമായി ദേശീയപാത ജനങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വേഗത്തിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി റിയാസും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നത്. 2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. കൂരിയാടേത് ഉൾപ്പെടെ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് പിഴവുകൾ സംഭവിച്ചുവെന്ന് ഗഡ്കരി തന്നെ പറഞ്ഞുവെന്ന് മന്ത്രി റിയാസ് വ്യക്തമാക്കി. മറ്റെന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിനോട് സന്ധി ചെയ്യരുത് എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും നിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള അപാകതയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് നിന്ന് കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേക്കും തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിനും ജൂലൈ അവസാനത്തോടെ കേന്ദ്രാനുമതി ലഭിക്കും. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പദ്ധതിക്ക് സെപ്റ്റംബർ മാസവും അനുമതിയാകും. 6700 കോടി രൂപ നിർമ്മാണ ചിലവ് വരുന്ന 14 പദ്ധതികളുടെ നിർദ്ദേശം സംസ്ഥാനം ഇന്ന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.